നമ്മൾ പാരിജാതത്തിലേക്കാണ് പോകുന്നത്. അവിടെ അരുണും ഒപ്പം നജ്മ മജീദുമാണ് ചേരുന്നത്. നജ്മ, കലോത്സവം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ എത്തിൻ്റെ ത്രില്ലിലാണ് നജ്മയും അരുണും എന്നറിയാം. മത്സരങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വേദി ഒന്നിൽ വലിയ തിരക്ക് കാണുന്നുണ്ട്. പാരിജാതത്തിലെ സ്ഥിതി എങ്ങനെയാണ്? അനീഷ പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായി തന്നെ കലോത്സവം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. വേദി ഒന്നിൽ നടരാജേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സംഘനൃത്തം വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വേദി 2 പാരിജാതത്തിൽ വൃന്ദവാദ്യം ഇവിടെ തകർക്കുക എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു പ്രേക്ഷക കൂട്ടം അല്ലെങ്കിൽ കാണികളുടെ ഒരു വലിയ കൂട്ടം തന്നെ കാണാൻ പറ്റും. വലിയ ഒരു പിന്തുണയായിട്ട് തന്നെ നിറയെ ആളുകളാണ് ഈ സദസ്സിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നജ്മ. നമ്മൾ ഈ ലൈവ് കയറുന്ന സമയത്താണ് കർട്ടൻ വീണത്. അതുവരെ നമ്മൾ ഈ വേദിയുടെ ഒരു ഓളം അക്ഷരാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമത് ഈ വൃന്ദവാദത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റും നമുക്ക് ഒരു വേദിയിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഉപകരണങ്ങളുടെയും ആരാധകർക്ക് ഒരുമിച്ച് വേദിയിലെത്താം. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മേളവും താളവും എല്ലാം കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ഒരു പ്രകടനം ഇപ്പോൾ അവസാനിച്ചു. ഇനി അടുത്ത പ്രകടനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മത്സരാർത്ഥികൾക്ക് വേദി ഒരുക്കാനുള്ള ഒരു സമയമാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഉടൻ തന്നെ അടുത്തൊരു പ്രകടനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പം നമ്മൾ നടരാജും അക്ഷയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ 4ാം ദിനത്തിന്റെ വൈകുന്നേരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കണ്ണ്, എല്ലാവരും ഉറ്റുനോക്കുന്നത് സ്വർണ്ണക്കപ്പ് ആര് കൊണ്ടുപോകും എന്നുള്ളതിലേക്ക് തന്നെയാണ്. പോയിന്റ് പട്ടിക 1 മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ടാണ് അത് മാറിമറിയുന്നത്. നിലവിൽ ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക പരിശോധിച്ചാൽ അത് 842 പോയിന്റുമായി കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. തൊട്ടുപുറകിൽ എന്ന് പറയാൻ കഴിയില്ല, നേരിയൊരു ലീഡ് കണ്ണൂരിനുണ്ട്. 834 പോയിന്റുമായി കോഴിക്കോടും 832 പോയിന്റുമായി തൃശ്ശൂരും പോയിന്റ് പട്ടികയിൽ നിലവിൽ നിൽക്കുന്നുണ്ട്. ഈ 3 ജില്ലകളാണ് 3ാം സ്ഥാനത്ത് ഉള്ളത്. ഇതിനിടയിൽ ഒരു സമയത്ത് പാലക്കാട് കയറി വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്നലെയും ഇന്നും പാലക്കാടിന്, കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു പാലക്കാട്, പക്ഷേ ഇത്തവണ കാര്യമായ ഒരു വെല്ലുവിളി ഉയർത്താൻ കണ്ണൂരിനോ അല്ലെങ്കിൽ കോഴിക്കോടിനോ വെല്ലുവിളി ഉയർത്താൻ ഇത്തവണ പാലക്കാടിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നജ്മയുടെ ഒരു കാഴ്ചപ്പാടിൽ ആര് കപ്പടിക്കും? എനിക്ക് എൻ്റെ വ്യക്തിപരമായ താല്പര്യം തൃശ്ശൂർ കപ്പെടുക്കണം എന്നാണ്. കാരണം എൻ്റെ നാട്ടിലാണ് കലോത്സവം നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തായാലും ഒരു താല്പര്യം കാണുമല്ലോ. മറ്റൊന്ന്, 2-3 ദിവസങ്ങളായിട്ട് കണ്ണൂർ ഒരു നില വിട്ടുകൊടുക്കാതെ കപ്പെടുക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ പാലക്കാട് എടുക്കുമോ? പാലക്കാട് എടുക്കാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ കാണുന്നത്. കാരണം പാലക്കാട്ടുകാരനായ അരുണിന് ഒരു താല്പര്യമില്ലേ? പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ ജില്ലയ്ക്ക് കപ്പ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. പക്ഷേ കഴിഞ്ഞ കലോത്സവങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, തുടക്കം മുതലൊക്കെ 1-2 പോയിന്റുകൾക്കായിരിക്കും ഈ ജില്ലകൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവുക. പക്ഷേ ഇത്തവണ ഇന്നലെ മുതൽ നമ്മൾ പരിശോധിച്ചാൽ അത് കണ്ണൂരിന് ആദ്യം 4 ആയിരുന്നു, പിന്നീട് അത് 10 ആവുന്നു, പിന്നീട് 14 ആവുന്നു. അപ്പം കണ്ണൂർ അവരുടെ ആധിപത്യത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം മത്സരങ്ങളിലേക്ക് വന്നാൽ സംഘനൃത്തം വേദി 1 പുരോഗമിക്കുമ്പോൾ 2 വൃന്ദവാദ്യമാണ്. പ്രധാനപ്പെട്ട കളർഫുൾ ഇവന്റുകളൊക്കെ ഏകദേശം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഒന്ന് വഞ്ചിപ്പാട്ട് നടക്കുന്നുണ്ട്. വേദി 18 വഞ്ചിപ്പാട്ട് നടക്കുന്നുണ്ട്. എയിലേക്ക് പോയപ്പോൾ അവിടെ കേരള നടനമായിരുന്നു. ബാക്കിയുള്ള വേദികളിൽ എന്തൊക്കെയായിരുന്നു ചുമ്മാ? ഉറുദു പദ്യം ചൊല്ലലുണ്ടായിരുന്നു. അതുപോലെ നോൺ സ്റ്റേജ് ഐറ്റംസ് ആയിട്ടുള്ള കഥാരചന, കവിതാരചന, അതുപോലെ സംഗീത ഉപകരണങ്ങളിലുള്ള മത്സരങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. വീണ, ഓടക്കുഴൽ, അതുപോലെ വയലിൻ, അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഈ വേദികളിലെയും പരിസരത്തെയും മാത്രം കാര്യം നമ്മൾ പറഞ്ഞാൽ പോരാ, എങ്ങനെ ഈ സംഘാടന നടക്കുന്നു എന്നുള്ളത് കൂടി പറയണം. നമ്മൾ ഉത്തരവാദിത്ത കലോത്സവം എന്നുള്ളതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം ഉണ്ടായിരുന്നത്. അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് വേണം പറയാം, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഈ ഉത്തരവാദിത്ത കലോത്സവത്തിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. വളരെ വൃത്തിയായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് സമ്മാനമുണ്ട് അത്രേ. അതായത് ഒരു വറ്റുപോലും കളയരുത്. പായസവും പപ്പടമൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ ഇല വളരെ ക്ലീൻ ആണ്, പുതിയ ഇലയാണോ എന്നൊരു പക്ഷേ അടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആളോ ചോദിക്കണം. അത്രയും അരുൺ അതിനുള്ളൊരു കാര്യമായ ശ്രമം നടത്തിയിട്ടാണ് വന്നത്. തീർച്ചയായിട്ടും പഴവും പപ്പടവും പായസവും പപ്പടവും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒരു പിടി പിടിച്ച ശേഷം നമ്മൾ ഇല മടക്കുമ്പോൾ ഇല വളരെ ക്ലീൻ ആണെങ്കിൽ നിങ്ങളെ കാത്തൊരു സമ്മാനം ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും കുട്ടികളിൽ ഉത്തരവാദിത്തം വളർത്താൻ അത്രമേൽ ഒരു മികച്ച സംഘാടനം എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ തീർച്ചയായിട്ടും ഗ്രീൻ പ്രോട്ടോകോളിന്റെ കാര്യം അത് എടുത്തു പറയേണ്ടതാണ്. ഒരു പ്രത്യേക നിർദ്ദേശം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യം നോക്കുകയാണെങ്കിൽ ഇത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേക കൊട്ടകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല വരുന്ന കാണികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും, മെഡിക്കൽ സൗകര്യങ്ങളിൽ ആംബുലൻസ് ആവട്ടെ, മറ്റെന്തെങ്കിലും ഹെൽപ്പ് ഡെസ്കുകളാവട്ടെ, തണ്ണീർ പന്തൽ, എല്ലാ വേദികളിലും തണ്ണീർ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പുറകിൽ ഇതായി കാണാം. ഒരു സമയം പോലും നമുക്കൊരു ഗ്ലാസ് വെള്ളം അവിടെ നിന്ന് കിട്ടാതിരുന്നിട്ടില്ല, അല്ലേ? എല്ലാ സമയവും അവിടെ വെള്ളം റെഡിയാണ്. മറ്റൊന്ന്, പ്രധാന വേദിയിൽ വെള്ളം മാത്രമല്ല
സർബത്തുണ്ട്, നാരങ്ങ വെള്ളമുണ്ട്, മോര് വെള്ളമുണ്ട്. അപ്പോൾ ദാഹിച്ച് ഒരു കാരണവശാലും കാണികളോ മത്സരാർത്ഥികളോ അവർക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള ജാഗ്രത സംഘാടക സമിതി പുലർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കേരളത്തിന്റെ കലാപൂരം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതെ 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 എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഇവന്റുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നാളത്തെ ഒരു ഇനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ ചുരുക്കം. എനിക്ക് തോന്നുന്നു 10-ൽ താഴെ ഇവന്റുകൾ മാത്രമാണ് നാളെ നടക്കുക. ഏകദേശം നാളെ വൈകുന്നേരത്തോടു കൂടി, നാളെ വൈകുന്നേരം ആവേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു, നാളെ ഒരു ഉച്ചയോടുകൂടി തന്നെ അറിയാം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കപ്പ് തൃശ്ശൂർ ഗഡികളുടെ കസ്റ്റഡിയിലുണ്ട്. അവരത് വിട്ടുകൊടുക്കുമോ അതോ ഇപ്പോൾ തുടരുന്ന ആധിപത്യം കണ്ണൂർ തുടരുമോ? തൊട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കോഴിക്കോടുണ്ട്. അവർക്ക് കഴിഞ്ഞ തവണ കപ്പ് കയ്യിൽ പോയതിന്റെ സങ്കടത്തിലാണ് അവർ. ആ നഷ്ടം അവർ നികത്തുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ? അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ്. കപ്പ് ആരെടുക്കും എന്നുള്ളത് കണ്ടറിയാം. അനീഷ. യെസ്, ഏതായാലും അങ്ങനെയാണ് കലോത്സവ നഗരിയിലെ കാഴ്ചകൾ. നടരാജ്, അക്ഷയ, ഒപ്പം നജ്വ, അരുൺ എന്നിവരാണ് വിശദാംശങ്ങൾ.